ഇത്രയൊക്കെ കിടന്ന് ചിന്തിച്ചിട്ടും എനിക്കാണോ വട്ടായത്, അതോ ഇനി മാധ്യമങ്ങൾക്കാണോ വട്ടായത്, അതോ ഇനി യൂട്യൂബിനാണോ വട്ടായത്, അതോ ആശീർവാദ് സിനിമയ്ക്കാണോ വട്ടായത്, എനിക്ക് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം, എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി പറയാം. മലയാളികൾ വലിയ പ്രതീക്ഷയോടെയാണല്ലോ എമ്പുരാന്റെ റിലീസിനായിട്ട് കാത്തിരിക്കുന്നത്. നാളെ ആ പ്രതീക്ഷകളെയൊക്കെ ഇരട്ടിപ്പിച്ചുകൊണ്ട് എമ്പുരാന്റെ ട്രെയിലറിന്റെ റിലീസാണ്. നാളെ ഉച്ചയ്ക്ക് കൃത്യം 1:08 ട്രെയിലർ എത്തുക. അപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ 1:08 എന്നുള്ള സമയത്തിന്റെ പ്രത്യേകത എന്ന്. അത് നിമേഷ് പറയും. നീതു, എമ്പുരാൻ ട്രെയിലറിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ട്രെയിലർ എന്തുകൊണ്ടാണ് ഉച്ചയ്ക്ക് 1:08 എന്ന സമയത്തിൽ പുറത്തിറക്കുന്നതെന്ന്. അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് സോഷ്യൽ മീഡിയ അടക്കം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എടുത്തു പറയുന്നത് പൃഥ്വിയുടെ ബ്രില്യൻസിനെ കുറിച്ചാണ്. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകളിലേക്ക് ചർച്ചകൾ പോകുന്നുണ്ട്. അതിലൊന്ന് പുരാതന ലോകത്തെ ആധുനിക ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു സംഖ്യയാണ് 108 എന്നാണ്. ഒരു നിഗൂഢ സംഖ്യ. ജ്യോതിഷം, സംഖ്യാശാസ്ത്രം, അതുപോലെ തന്നെ ലോക മതങ്ങളിലും ആത്മീയ പാരമ്പര്യങ്ങളിലും 108 എന്ന സംഖ്യ പവിത്രമാണ്. സംഖ്യാശാസ്ത്രം പരിശോധിക്കുകയാണെങ്കിൽ 108 എന്ന സംഖ്യ വളരെ കാലമായി ആഗ്രഹിച്ച ലക്ഷ്യത്തെയും ആഗ്രഹത്തെയുമാണ് അർത്ഥമാക്കുന്നത്. കണ്ടില്ലേ, നാളെ കൃത്യം 1:08 PM ഈ പടത്തിന്റെ ട്രെയിലർ വരും എന്നാണ് നമ്മുടെ ന്യൂസിലെല്ലാം പറയുന്നത്. ഒരുപാട് ന്യൂസിൽ ഞാൻ കണ്ടു. അപ്പൊ അതിനുശേഷം ഞാനിപ്പം ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ആദ്യം എനിക്ക് വന്നത് എമ്പുരാൻ ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫ്രണ്ടിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഒരു 41 മിനിറ്റേ ആയിട്ടുള്ളൂ ഈ ഒരു വീഡിയോ വന്നിട്ട്. ഞാൻ ആ വീഡിയോ കൂടെ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. കണ്ടില്ലേ, ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ പടത്തിന്റെ ട്രെയിലർ ലീക്ക് ആയതാണോ, ഇനി അതോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചത് അറിയാതെ കൈതട്ടി ഇനിയും ഷെഡ്യൂൾഡ് ടൈം മാറിപ്പോയതാണോ, ഇനി അങ്ങനെ വരാൻ എന്തായാലും ചാൻസസ് തീരെ കുറവാണ്, ഇനി അതോ ലീക്ക് ആയതാണോ, എന്താണ് സംഭവം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. എന്തായാലും എമ്പുരാൻ 2 വലിയൊരു സക്സസ് ആയിരിക്കും, അല്ലെങ്കിൽ എമ്പുരാൻ വലിയൊരു സക്സസ് ആയിരിക്കും. അപ്പോൾ പക്ഷേ ഈ ഒരു ട്രെയിലർ ഇപ്പോൾ ഇട്ടിട്ട് ഒരു ഏകദേശം 41 മിനിറ്റ് ഇപ്പൊ തന്നെ ഒരു 3,80,000 അല്ലെങ്കിൽ 3,90,000 മേളിൽ ആളുകൾ കണ്ടു കഴിഞ്ഞു. നാളെ ആയിരുന്നെങ്കിൽ വേൾഡ് വൈഡ് വലിയൊരു ട്രെൻഡിങ് വണ്ണായിട്ട് ഇത് പോകേണ്ട ഒരു ട്രെയിലറാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് വന്നു എന്നുള്ളൊരു കാര്യം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഇത് ലീക്കാണോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീക്കാണോ, ഇനി കൈതട്ടി പോയതാണോ എന്ന് അറിയില്ല. എന്താണ് സംഭവം നമുക്ക് നോക്കാം. ഇനി അടുത്ത ദിവസം ഇതിനെപ്പറ്റിയുള്ളൊരു വിമർശനം അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട് എന്ന് കമന്റ് ചെയ്യണം. കാരണം എനിക്കിപ്പോൾ ഇതുവരെ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്.